നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു റെഡ് കളർ കൊക്കക്കോള കാണുമ്പോൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ക്രേവിങ്സ് വരുന്നത്? അല്ലെങ്കിൽ ഒരു ആപ്പിളിൻ്റെ മിനിമലിസ്റ്റിക് വൈറ്റ് ബോക്സ് എന്തുകൊണ്ടാണ് ഒരു പ്രീമിയം ഫീൽ തരുന്നത്? ഇറ്റ്സ് നോട്ട് എ കോയിൻസിഡൻസ്, ഇറ്റ്സ് എ സൈക്കോളജി അറ്റ് പ്ലേ. ബ്രാൻഡ് നിങ്ങളുടെ ഇമോഷൻസിനെ ട്രിഗർ ചെയ്യിക്കാനും ഇൻഫ്ലുവൻസ് ചെയ്യിക്കാനും യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസാണ് പാക്കേജിങ്ങിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, അതിൻ്റെ കളേഴ്സ്, ഫോൺസ് എല്ലാം. ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഓരോ കളറിനും ഓരോ ഇമോഷൻസ് ആണ്. റെഡ് കളർ എക്സൈറ്റ്മെൻറ്റും അർജൻസിയാണ് സൂചിപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിൾ KFC, കൊക്കക്കോള പ്രോഡക്റ്റുകളുടെ റെഡ് കളർ വിശപ്പിനെയും ആവേശത്തിനെയാണ് ഉത്തേജിപ്പിക്കുന്നത്. അപ്പോൾ പെപ്സിക്ക് എന്താണെന്നല്ലേ? ബ്ലൂ കളർ ട്രസ്റ്റും സെക്യൂരിറ്റിയും റിലയബിലിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. ഫേസ്ബുക്ക്, സാംസങ്, ഒട്ടനവധി ബാങ്കുകളുടെ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ബ്ലൂ കളറിലാണ്. അടുത്തത് ഗ്രീൻ കളർ. ഹെൽത്തിനെയും സസ്റ്റൈനബിലിറ്റിനെയും നേച്ചറിനെയാണ് ഗ്രീൻ കളർ കണക്ട് ചെയ്യുന്നത്. മെക്ഡൊണാൾഡ്സും IKEA പോലുള്ള ബ്രാൻഡുകൾ ചൂസ് ചെയ്തിരിക്കുന്ന യെല്ലോ കളറാണ്. ഹാപ്പിനെസ്സും യൂത്ത്ഫുൾനെസ്സും ഒപ്റ്റിമിസവുമാണ് യെല്ലോ കളർ സൂചിപ്പിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എപ്പോഴും ഒരു ലക്ഷറി, സിമ്പിൾ, പ്രീമിയം ലുക്കാണ് തരുന്നത്. ആപ്പിളിൻ്റെയും നൈക്കയുടെയും പ്രോഡക്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പാക്കേജിങ്ങിൽ വരുമ്പോൾ ഒരു പ്രീമിയം ലുക്കാണ് നൽകുന്നത്. കസ്റ്റമേഴ്സിൻ്റെ ഇമോഷൻസിനെ ടാർഗറ്റ് ചെയ്ത് കസ്റ്റമറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാക്കേജിങ് കളേഴ്സ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇപ്പോൾ മനസ്സിലായോ?